അപ്പൊ ശ്രദ്ധിക്കുക, ഈ ലേഖനങ്ങളിൽ വളരെ ഈടുറ്റ ലേഖനമാണ് എബ്രായ ലേഖനം. നമുക്കറിയാം, പുതിയ നിയമത്തിലെ പുസ്തകങ്ങളിൽ പ്രാരംഭത്തിൽ 4 സുവിശേഷ പുസ്തകമാണ്. ഇത് ദൈവദാസന്മാരോടും ദൈവമക്കളോടും പറയണ്ട. ഇത് അറിയാത്ത ആരേലോ അകലെയോ അടുത്തോ വിദൂരതയിൽ ഇരുന്ന് കേൾക്കുന്നെങ്കിൽ അവരുടെ അറിവിന് അവരെയും കൂടെ ഉന്നം വെച്ചാന്നല്ലോ യോഗവും. അപ്പോൾ പ്രാരംഭത്തിൽ 4 സുവിശേഷം. എന്താ സുവിശേഷം? അത് യേശു ക്രിസ്തു. ഏതാ സുവിശേഷം? അതൊരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, കർത്താവാകുന്ന യേശു ക്രിസ്തു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് സ്വർഗ മഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിലേക്ക് ഇറങ്ങി വന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. ഞാൻ ഇടയ്ക്ക് പഴയ പാട്ട് പാടും. എന്നെ ശ്രദ്ധിച്ചിരുന്നോ? സ്വർഗം വിട്ടിറങ്ങി വന്നു, സ്വർഗ മഹിമകൾ വെടിഞ്ഞു, എഴയ്ക്കു വേണ്ടി യേശു യാഗമായി. സ്വർഗം വിട്ടിറങ്ങി വന്നു, സ്വർഗ മഹിമകൾ വെടിഞ്ഞു, എഴയ്ക്കു വേണ്ടി യേശു യാഗമായി. സ്വർഗം വിട്ടിറങ്ങി വന്നു, വെടിഞ്ഞു, എഴയ്ക്കു വേണ്ടി യേശു യാഗമായി. അപ്പൊ ശ്രദ്ധിക്കുക, ഈ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ അവിടുന്ന് സ്വർഗ മഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിലേക്ക് വന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. നിങ്ങൾക്കെല്ലാം തിട്ടമുള്ള വാക്യമായ ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, അവിടുന്ന് ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന അവൻ നസറയനാകുന്ന യേശു ക്രിസ്തു. അതാ സുവിശേഷം. ആ സുവിശേഷം വന്നത് കൊണ്ടാണ് ഇന്ന് രാത്രി അന്തസ്സോട്ട് പിടിയിരിക്കുന്നത്. ആ സുവിശേഷം വന്നത് കൊണ്ടാണ് ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമാ യോഗ്യമായിട്ടും മാന്യമായിട്ടും വസ്ത്രം ധരിക്കാനിടയായത്. അല്ലെ, നീ 1/2 മീറ്റർ തുണി തന്നെ കാണുകയല്ല, അതുമായിട്ട് വേണം കൊട്ടാരക്കര മുതൽ അടൂര് വരെ നടക്കാൻ. അതിനാ ഉപദേശി, തുണി കൂടുതൽ മറ്റവർക്കേ കൊടുക്കാവുള്ളായിരുന്നു, നമുക്കാർക്ക് കൊടുക്കാനൊക്കത്തില്ലായിരുന്നു. നിങ്ങൾ സമ്മതിക്കുകയല്ല. നിങ്ങളുടെ വല്യപ്പൻ്റെ അപ്പൻ്റെ ഫോട്ടോ എടുക്കണം, ഒരു തൊപ്പിപ്പാളയും ഒരു ചുട്ടിത്തോർത്തും. അത് തന്നെ കഷ്ടിച്ചായിരുന്നു. പഴയ ഫോട്ടോ ഉണ്ടല്ലോ, ഞങ്ങൾ പകലോ മറ്റോ എന്നൊക്കെ പറയുന്ന ആൾക്കാർ നേരെ പുറകോട്ട് പോയിരും. 4 തലമുറ പുറകോട്ട് നോക്കിയാൽ അച്ചായി ഒരു ചുട്ടിത്തോർത്തും. ഇവിടെ ഞാൻ പറയുന്ന കള്ളമൊന്നുമല്ല, സ്തോത്രം. വില കൂടിയ വസ്ത്രവും ധാരാളം വസ്ത്രം ഉടുക്കാനൊക്കെ അനുവാദം വേറെ ആൾക്കാർക്കാണ്, എല്ലാവർക്കും ഇല്ല. സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ പറ്റാത്തൊരു കാലം ഉണ്ടായിരുന്നു, ആഭരണം ധരിക്കാൻ പറ്റാത്തൊരു കാലം ഉണ്ടായിരുന്നു. ഇനി അഥവാ ഭൂതി ഇളകി ആഭരണം ധരിക്കണമെന്ന് ആർക്കെങ്കിലും അതുപോലെ അത്യാഗ്രഹം അല്ലെ ആഗ്രഹമുണ്ടെങ്കിൽ കല്ലുകൊണ്ട് മാല ഉണ്ടാക്കണം. അതുകൊണ്ട് നമ്മൾ പെന്തിക്കോസുകാർ കല്ലും വേണ്ട, മണ്ണും വേണ്ട, ഒന്നും വേണ്ട, ഇങ്ങനെ അങ്ങ് പോയാൽ മതി. ഉള്ളതാട്ടെ. 7:45 അത്രയും ചക്കതിക്കെങ്കിലും ഒരു സ്തോത്രം പറഞ്ഞല്ലോ, ഉള്ളതാട്ടെ. അപ്പൊ ഇത് അന്ന് കാലത്ത്, പണ്ട് കാലത്ത് ഇതൊന്നും ഒക്കത്തില്ല. പള്ളിക്കൂടത്ത് ചെന്നിരിക്കാനോ പഠിക്കാനോ ഒന്നും അനുവദിക്കത്തില്ല. അതൊക്കെ തമ്പരാക്കന്മാർക്കേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ പാവത്തങ്ങളൊക്കെ ഇതുങ്ങളെല്ലാം ചുമന്നുകൊണ്ടങ്ങ് പോണം. അതുങ്ങളിങ്ങനെ എന്തോ അതിന് പറയുന്നത്, പല്ലൊക്കെ അങ്ങ് കിടക്കുക, ചുമന്ന് ഹൂപ്പാട് വരിക. സ്തോത്രം. എല്ലാം പാടാനും ചൊല്ലാനും ഒന്നും നേരമില്ല, അതുകൊണ്ടാണ്. പണ്ട് നാടുവാഴി തമ്പുരാക്കൾക്കായി നമ്മൾ തണ്ടുവലിച്ചേ മണി മഞ്ച ചുമന്നേ. പണ്ട് നാടുവാഴി തമ്പുരാക്കൾക്കായി നമ്മൾ തണ്ടുവലിച്ചേ മണി മഞ്ച ചുമന്നേ. പണ്ട് നാടുവാഴി തമ്പുരാക്കൾക്കായി നമ്മൾ തണ്ടുവലിച്ചേ മണി മഞ്ച ചുമന്നേ. ചത്തൊടുങ്ങിയ തലമുറകൾ അസ്ഥികൾ തോറും പൂതപൂക്കളല്ലോ നാം. പെറ്റമണ്ണിൽ പണികെടുത്തു ചത്തൊടുങ്ങിയ തലമുറകൾ അസ്ഥികൾ തോറും പൂതപൂക്കളല്ലോ നാം. പണ്ട് നാടുവാഴി തമ്പുരാക്കൾക്കായി നമ്മൾ തണ്ടുവലിച്ചേ മണി മഞ്ച ചുമന്ന്.
അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അന്ന് മഞ്ചോൺ ചുമന്ന് മണിമഞ്ചമൊക്കെ ചുമന്ന് തണ്ടുമൊക്കെ വലിച്ച് പാടത്ത് പണിയെടുത്ത് റോഡിൽ കൂടെ നടക്കാൻ പറ്റാതായി പള്ളിക്കൂടത്തിൽ കയറാൻ അനുവാദമില്ലാതെ സംസ്കൃതം അത് നമ്മൾ മിണ്ടിപ്പോകരുത് അവര് പറയും. എന്നാലും നമ്മള് കേൾക്കാനും ഒക്കുകയല്ല. അതാ അതിലൊക്കെ വിചിത്രം. അയ്യോ പിന്നെ അതുങ്ങൾ അവിടെ ഇരുന്ന് സംസ്കൃതം ചൊല്ലും. എന്നിട്ട് നമ്മൾ ഓടിക്കോണക്ക് പാത്ത് നേകാൻ പോലും ഒക്കത്തില്ല. അല്ല നമുക്ക് മനസ്സിലാകുന്നുമില്ല. അവരവിടെ നിന്ന് ചൊല്ലും ഏവമുഖതം ഋഷികേശം കൂടാകേശേന ഭാരത അതിഭൂതം ദൈവം കിമുച്ഛതേ. എന്താ മനസ്സിലായി? നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി പുള്ളിക്ക് ഇച്ചിരി ഇളക്കം ഉണ്ടെന്നാ തോന്നുന്നത്. അത് മനസ്സിലായി. പുള്ളിക്ക് എല്ലാവരും കണ്ടപ്പോൾ ഒരു ഇളക്കം ഉണ്ടെന്നാ. അപ്പൊ അവരവിടെ ഇരുന്ന് ഇങ്ങനെയൊക്കെ ചൊല്ലും. നമുക്ക് അത് കേൾക്കാൻ പോലും ഒക്കത്തില്ല. കേൾക്കുന്നവന്റെ ചെവിക്കകത്ത് തീയോ ഒരുക്കി ഒഴിക്കണം. എങ്ങാനും ഒരു സംസ്കൃതത്തിന്റെ വാക്ക് പറഞ്ഞാൽ കണ്ടിച്ചെടുക്കും. അങ്ങനത്തെ കാലം ഉണ്ടായിരുന്നെന്ന്. അയിത്തമുള്ള കാലം. അതൊന്നും ഞാനിപ്പം വിവരിക്കുന്നില്ല. അതിനെല്ലാം മാറ്റം വരുത്തിയത് ഈ സുവിശേഷം വന്നതുകൊണ്ട്. അതെ, സുവിശേഷം വന്നതാ. അതിനെടുത്ത് പറയേണ്ടത് CMS മിഷണറിമാരാ. ഇപ്പൊ പിന്നെ അത് CSI പണ്ട് CMS ആ. നമുക്ക് ഇവിടെ ഒരു പള്ളി ഉണ്ടല്ലോ CSIയുടെ. പിന്നെ കലയപുരത്ത്, പിന്നെ അങ്ങോട്ട് പുത്തുമുക്കിന് ഇപ്പുറം ഉണ്ടല്ലോ. അതൊത്തിരി സ്ഥലം ഉണ്ടായിരുന്നതാ. അപ്പൊ അവര് ആ മിഷണറിമാര്, സാൽവേഷൻ ആർമിയിലെ മിഷണറിമാര്, CMS മിഷണറിമാര് ഇവിടെ വന്ന് അങ്ങനെയുള്ള ആ സ്ഥിതിഗതികൾക്ക് മാറ്റം വരുവാൻ അവര് അഹോരാത്രം ബന്ധപ്പെട്ടു. പെന്തിക്കോസുകാരൊന്നും ചെയ്തില്ല. ഇല്ല, ഒന്നും ആ വിഷയത്തിലൊന്നും ചെയ്തില്ല. അവർ ചെയ്തത് ഇപ്പൊ ഞാൻ പൊതുവെ പറയുന്നുമില്ല. അപ്പൊ ആ നിലയിൽ വിദ്യ അഭ്യസിക്കുവാനും പള്ളിക്കൂടത്തിൽ കയറാനും അക്ഷരം പഠിക്കാനും ഒക്കെ ഇടയായത് സാൽവേഷൻ ആർമി, CMS ആദിയായ സഭകളിലെ ദർശനമുള്ള സുവിശേഷാത്മാവുള്ള ആത്മഭാരമുള്ള അനേകരെ ദൈവം എഴുന്നേൽപ്പിച്ചു. മിഷണറി വൈര്യന്മാര്. അവർ മുഖാന്തരം ദൈവം അതിനെല്ലാം നമുക്ക് മാറ്റം വരുത്തി. അപ്പൊ പറഞ്ഞതിന്റെ പൊരുൾ ഇത്രയേ ഉള്ളൂ. ഈ സുവിശേഷമാണ് നമ്മളെ ഇത്രത്തോളം എത്തിച്ചത്. അതുകൊണ്ട് എവിടെയും ഉയർത്തുവാനും എവിടെയും പറയാനും എവിടെയും കൊട്ടിക്കോഷിപ്പാൻ പറ്റിയ ഒന്നേ ഉള്ളൂ സുവിശേഷം. ആ സുവിശേഷം സഭ മാറ്റുന്നതല്ല, സഭയുടെ പേരല്ല, കർത്താവാകുന്നു യേശു ക്രിസ്തു. അതാ സുവിശേഷം. ആർക്കും വിശ്വസിക്കാം, ആർക്കും അംഗീകരിക്കാം, ആർക്കും അനുഗമിക്കാം, ആർക്കും സേവിക്കാം, ആർക്കും സ്നേഹിക്കാം, ആർക്കും പിൻഗമിക്കാം, ആർക്കും പിന്തുടരാം, ആർക്കും ആരാധിക്കാം. അതിനൊരൊറ്റ മാർഗമേ ഉള്ളൂ, സുവിശേഷം മാത്രം. മറ്റേ എല്ലാ സ്ഥലത്തും എല്ലായിടത്തും എല്ലാവരും ഒന്നും കയറ്റുകയില്ല, എല്ലാവർക്കും ഒന്നും പോകാനും ഒക്കുകയില്ല, എല്ലാവരും ഒന്നും പ്രസംഗിക്കാനും പറയാനും ഒന്നും പേടിച്ചിരിക്കുന്നില്ല. എനിക്ക് വല്ലതും കിട്ടുകയാണ് ഞാൻ എല്ലാവർക്കും തന്നേച്ചേ പോവുള്ളൂ, വീതിച്ച് തന്നെ ഞാൻ മേടിച്ചോണ്ട് പോകുക. അപ്പം സുവിശേഷം എവിടെ നമുക്ക് പറയാം. സ്തോത്രം. നരഭോജികളെ നരസ്നേഹികളാക്കിയ മാർഗമാ സുവിശേഷം. അജ്ഞത പിടിച്ചു കിടന്നവന് അവൻ ജ്ഞാനം ഉണ്ടാക്കി കൊടുത്ത മാർഗമാ സുവിശേഷം. താഴേക്കിടയിൽ കിടന്നവനെ ഉയർത്തി. അങ്ങനെയാണെന്നുള്ള പുസ്തകത്തിലെ വാക്യം. അവൻ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോട് കൂടെ, തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുന്ന ദൈവം. അത് ഇപ്പൊ എനിക്ക് പറയാൻ കൂടുതൽ അനുഭവം. സ്തോത്രം. പ്രഭുക്കന്മാരുടെ കൂടെ എന്നെയും കൊണ്ടുവന്ന് ഇരുത്തി. സ്തോത്രം. എല്ലാം ഞാൻ വിവരിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. അത് സുവിശേഷമാണ്. പണ്ട് കാലമാണെങ്കിൽ നിങ്ങൾ എന്നെ കായ്ക്ക് തൊടിയുകയല്ല. സ്തോത്രം. പക്ഷേ ഈ പുസ്തകം എടുത്തത് കൊണ്ടും യേശുവിനെ അറിഞ്ഞത് കൊണ്ടും ഈ സുവിശേഷത്തിന്റെ സാക്ഷി ആയതുകൊണ്ടാ ആമേൻ ഇങ്ങനെ ഒന്നിച്ചിരിക്കുവാനും ഒരു പന്തിക്കിരിക്കാനും ഒന്നിച്ച് ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനും കൂട്ടായ്മ ആചരിപ്പാനും ഒരു വേദിയിലിരിപ്പാനൊക്കെ ഇടയാക്കിയത് സുവിശേഷം വന്നത് കൊണ്ടാണ്. ഈ ഉപകാരം ചെയ്യുവാൻ യോഗ്യനല്ല ഞാൻ, ഈ ഉപകാരം ചെയ്യുവാൻ യോഗ്യനല്ല ഞാൻ, നീ കൃപ കാട്ടി നായക ജീവദായക, നീ കൃപ കാട്ടി നായക ജീവദായക. മനുവേല വന്ദനം
മനുജാതിയായി വന്നതാ ഉന്നതാധിപ മനുവേല വന്ദനം. ഇവരുടെ രണ്ടുപേരുടെയും ഇതിന്റെ ശബ്ദം താഴെ നിൽക്കണം. ഞാൻ ഇവർക്ക് അവസരം കൊടുക്കുമ്പം അത് ഇങ്ങോട്ട് ഞാൻ പാടുമ്പോ എന്റെ പാട്ടൊന്നും നിങ്ങളുടെ അത്ര ഒക്കത്തില്ല, ശ്രുതിയൊന്നും ഒക്കത്തില്ല, കണക്ക് തെറ്റുന്നുണ്ടെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. എന്നാലും പാടുമ്പം പാട്ടിന്റെ ശബ്ദം മേളിൽ നിൽക്കണം, എനിക്കും വേണം. അപ്പം അത് കഴിയുമ്പം കാരണം ഞാൻ പാടി വെക്കുന്ന എന്നാന്ന് കേൾക്കണമല്ലോ, അതുകൊണ്ടാണ്. കുപ്പയിൽ നിന്നും ഉയർത്തി നീ ശ്രേഷ്ഠരാം നരർ, കുപ്പയിൽ നിന്നും ഉയർത്തി നീ ശ്രേഷ്ഠരാം നരർ, ഒപ്പമിരുത്തിയതെന്നയം അത്ഭുതം പരാ നരകൊപ്പമിരുത്തിയതെന്നയം അത്ഭുതം പരാ മനുവേല വന്ദനം. മഞ്ഞിലേഖനായി മനുജാതിയായി വന്നതാ ഉന്നതാധിപ മനുവേല വന്ദനം. അപ്പൊ ശ്രദ്ധിക്കുക, ഈ സുവിശേഷമാണ് നമ്മൾ ഇത്രത്തോളം കൊണ്ടുവന്നത്. അതുകൊണ്ട് എവിടെയും പറയാൻ പറ്റുന്നത് ആ സുവിശേഷം എവിടെയും പറഞ്ഞോണം. അവസരം കിട്ടിയ അയലത്തുകാരോടൊക്കെ സുവിശേഷം പറയണം. അംഗീകരിക്കോ അംഗീകരിക്കാതിരിക്കോ രണ്ടാമത്തെ കാര്യം. നിന്റെ കുടുംബത്തിലുള്ളവരുടെ എല്ലാം നുണയും കൊതിയും പറഞ്ഞ് കിടക്കാതെ സുവിശേഷം പറയണം. കല്യാണ വീട്ടിൽ ചെല്ലുമ്പോഴും വിരുന്നിന് ചെല്ലുമ്പോഴും വിളിക്കുന്നിടത്തൊക്കെ പോകുന്നുണ്ടല്ലോ, സഭായത്തിന് വന്നില്ലേലും അതിന് പോകുമല്ലോ. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നല്ല പെരുക്കേച്ച് വന്ന് കിടന്നുറങ്ങാതെ അവസരം കിട്ടുമ്പോൾ സുവിശേഷം അറിയിക്കണം. കട്ട്ലേറ്റ് ഒന്ന് തിന്നില്ലെങ്കിലും സുവിശേഷം അറിയിച്ചു വരണം. അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കിട്ടിയില്ലെന്നും പറഞ്ഞ് കീറരുത്. സുവിശേഷം പറയണം, എല്ലാവരുടെ സുവിശേഷം പറയണം. സ്തോത്രം. സുവിശേഷത്താൽ മാത്രമേ മനുഷ്യവർഗത്തിന് രക്ഷയുള്ളൂ. ഏറ്റവും നല്ല വിശേഷവും ഈ സുവിശേഷം തന്നെ. സ്തോത്രം. എവിടെയും പറയാൻ കൊള്ളാവുന്നത് സുവിശേഷമാണ്. അതുകൊണ്ട് അവസരം കിട്ടുന്നിടത്തെല്ലാം സുവിശേഷമാകുന്ന യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക. അതിന് ഈ ശുശ്രൂഷകൾ മുഖാന്തരം ദൈവം കൃപ നൽകട്ടെ. ഞാൻ അധികം വിവരിക്കുന്നില്ല. കർത്താവിന് മഹത്വം. അപ്പോൾ ആ പ്രാരംഭത്തിൽ 4 സുവിശേഷം, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 പേരും എഴുതിയ സുവിശേഷത്തിന്റെ 4 വിശേഷതകൾ. അത് സുവിശേഷത്താൽ കൃപയിൽ വന്ന അപ്പോസ്തലന്മാർ ചെയ്ത പ്രവൃത്തികൾ. അതാണ് അപ്പോസ്തോല പ്രവൃത്തി അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ എന്ന് പഠിപ്പിക്കുന്നവര് അതിന് പ്രത്യേക പദമൊക്കെ കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാലും ശ്ലീഹന്മാരുടെ പ്രവർത്തനത്താൽ അനേക സഭകൾ ഉടലെടുത്തു. ആ സഭകളെ കർത്താവിന്റെ വരവിനായിട്ട് ഒരുക്കുവാനും സഭയ്ക്ക് വാട്ടം, കറ, ചുളുക്കം, മാലിന്യമൊന്നുമില്ലാതെ ശുദ്ധയും ശുഭ്രയുമായി തനിക്ക് മുൻനിർത്തേണ്ടതിന് വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കേണ്ടതിന് പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് അഭിഷിക്തന്മാരാൽ എഴുതപ്പെട്ട ലേഖന പരമ്പരകൾ 21. റോമലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെയുള്ള 21 ലേഖനങ്ങൾ. ആ ലേഖനങ്ങളിൽ തന്നെ നമുക്കറിയാം സിംഹഭാഗ ലേഖനങ്ങളും ദൈവത്തിന്റെ ദാസനാകുന്ന പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനം. ആ പൗലോസിന്റെ ലേഖനങ്ങളിൽ തന്നെ ശ്രേഷ്ഠമേറിയ ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. പൗലോസ് എബ്രായ ലേഖനം എഴുതിയത് അല്ലെന്നൊക്കെ വാദിക്കുന്ന ആൾക്കാരുണ്ട്. അതവിടെ വാദിക്കട്ടെ. പൗലോസ് ആ ലേഖനം എഴുതിയത്. കർത്താവിന് മഹത്വം. ഈ ലേഖനത്തിലെ നമുക്കറിയാം, പഠിക്കുന്നവർക്കും പ്രസംഗിക്കുന്നവർക്കും അറിയാം. ഈ ലേഖനത്തിലെ എപ്പോഴും ഞാൻ പറയാനുള്ള ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം ഏറെ നല്ലത്. പ്രതിപാദ്യ പുരുഷൻ കർത്താവാകുന്ന യേശു ക്രിസ്തു. എല്ലാവരും ശ്രേഷ്ഠനാകുന്ന യേശു ക്രിസ്തു. ഓരോ അധ്യായത്തിലും യേശു ക്രിസ്തു ശ്രേഷ്ഠൻ എന്ന് പൗലോസ് അങ്ങോട്ട് തെളിയിക്കുന്നുണ്ട്. അവിടുന്ന് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു അപ്പോസ്തോലന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു മോശയേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു യോശുവയേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു ഹാബേലിനേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു പുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു മഹാപുരോഹിതനേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു ദൈവാലയത്തെക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു സ്വർഗത്തെക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തുവാണ് സകലത്തിന് ശ്രേഷ്ഠൻ.
ശ്രേഷ്ഠൻ. ഇതുപോലെ ശ്രേഷ്ഠനാകുന്ന, യോഗ്യനാകുന്ന, ഉന്നതനാകുന്ന, മഹിമയുള്ള, മഹത്വമുള്ള ഒരുവൻ വന്നിട്ടുമില്ല, വരത്തുമില്ല. ആമേൻ. പാട്ടുകാരൻ പാടിയ പദം നിങ്ങൾക്കറിയാം. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലെ ആരാധ്യൻ ആരുമില്ല, ഇതുപോലെ ശ്രേഷ്ഠനായ ഒരുവനില്ല. ഈ ആയുസ്സിൽ എനിക്കും നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം ശ്രേഷ്ഠനാകുന്ന, യോഗ്യനാകുന്ന, ഉന്നതനാകുന്ന, മഹിമയുള്ള, മഹത്വമുള്ള യേശുവിനെ ആരാധിക്കുവാനും യേശുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാനും എന്റെ സഹപഠന്മാരോട് പറയാ, യേശുവിനെ ശുശ്രൂഷിപ്പാനിടയായത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. സ്തോത്രം. ഞാന് ഇടയ്ക്കിടയ്ക്ക് ഈ രണ്ട് ശീല് പാട്ട് പാടും. കുഴപ്പമുണ്ടോ? നിങ്ങൾക്ക് താല്പര്യമില്ലെന്ന് തോന്നുന്നു. സ്വർഗസുഖം മണ്ണുവള്ളവും അനുഭവമാക്കാൻ, സ്വർഗസുഖം മണ്ണുവള്ളവും അനുഭവമാക്കാൻ യോഗ്യതയില്ലഗതിയെന്ന് കൽപ്പവുമോർക്കിൽ, യോഗ്യതയില്ലഗതിയെന്ന് കൽപ്പവുമോർക്കിൽ. ഭാഗ്യവശാൽ പാപിയാ ഞാൻ രക്ഷിതനായി, പാപ ശിക്ഷകൾ പോയി. ഭാഗ്യവശാൽ പാപിയാ ഞാൻ രക്ഷിതനായി, പാപ ശിക്ഷകൾ പോയി. ആദിയുഗങ്ങൾ തുടസം ആയതിൻ മുൻപേ, തുടസം ആയതിൻ മുൻപേ ആദിപരാപാപികളെ ഓർത്ത നിന്നേ ആശ്രയമാതാണെനിക്കുൾ ആശയിൻ കൂമ്പേ, ദിവ്യ കാരുണ്യകാമ്പേ, ദിവ്യ കാരുണ്യകാമ്പേ. അപ്പൊ ശ്രദ്ധിക്കുക, ഇതിനൊന്നും യാതൊരു യോഗ്യതയും അർഹതയില്ലാതിരുന്ന എന്നെയും നിങ്ങളെയും ദൈവം തെരഞ്ഞെടുത്തു. അപ്പൊ ഈ ആയുസ്സിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം യേശുവിനെ അറിഞ്ഞതും ആരാധിച്ചതുമാണ്. സ്തോത്രം. അതാ ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോൾ ഓരോ അധ്യായത്തിനും ക്രിസ്തു യേശു ശ്രേഷ്ഠൻ എന്ന് പൗലോസ് അങ്ങോട്ട് തെളിയിക്കുകയാണ്. ദൈവത്തിന് മഹത്വം. അതെ, അധികം വിവരിക്കുന്നില്ല. ഇടയ്ക്ക് പൗലോസ് മൽക്കീസേദെക്കിന്റെ കാര്യങ്ങൾ കൊണ്ട് വിസ്തരിച്ചു വരുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട്, ഇവൻ എത്ര മഹാനെന്ന് നോക്കുവീ. നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, പാപികളോട് വേർപെട്ടവൻ, അവിടുന്ന് സ്വർഗത്തേക്കാൾ വലിയവൻ. വേറെ ചില ഭാഗങ്ങൾ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. മോശയേക്കാൾ വലിയവൻ, അവിടുന്ന് ശലോമോനിലും വലിയവൻ, അവിടുന്ന് ദൈവാലയത്തേക്കാൾ വലിയവൻ, അവിടുന്ന് സ്വർഗത്തേക്കാൾ വലിയവൻ. ആ ശ്രേഷ്ഠനാകുന്ന യേശുക്രിസ്തുവിനെയാണ് ഓരോ അധ്യായത്തിലും വെളിപ്പെടുത്തുന്നത്. ദൈവത്തിന്റെ മഹത്വം. ഒന്നാം അധ്യായത്തിൽ നമ്മൾ മൂന്നാം അധ്യായത്തിന്റെ 4 വായിച്ചത്. ആ ഭാഗത്തേക്ക് വരാം. ഒന്നാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങള് ശക്തിയുള്ള ദൈവവചനം കൊണ്ട് എല്ലാം വഹിക്കുന്നു. നമ്മളെ വഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവവചനം. 2, നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി യേശു. എന്നിട്ട് മഹിമയിൽ വലത്തുഭാഗത്ത് അവിടുന്ന് ഇരിക്കുന്നു. സ്തോത്രം. 4, അവിടുത്തെ നാമം എല്ലാ നാമത്തിലും ശ്രേഷ്ഠമായ നാമമാണ്. 1-ാം അധ്യായത്തിന്റെ 3 മുതൽ വായിച്ചാട്ടെ ദൈവദാസനെ. അവനവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും. ഇടയ്ക്ക് കയറി പറയാ, ഈ ലോകത്ത് നിന്നെ ആരും വഹിപ്പാനില്ലെങ്കിലും നിരാശപ്പെടരുത്. നിന്നെ വഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഭർത്താവ് നിന്നെ വഹിക്കുന്നില്ല, വഹിക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവന്റെ മൊബൈൽ നോക്കി അറിയാൻ നിന്നെ വഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. മോളെ പിന്നെ വിളിക്കുക, അവള് വരുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇപ്പൊ ആർക്കും ഒന്നും അറിയാൻ മേല. അല്ല, ഭാര്യ നിന്നെ വഹിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ അറിഞ്ഞു? എല്ലാരും കടത്തുവെള്ളം മുങ്ങിയതുപോലെ ഇരിക്കുന്നേ. വഹിക്കുന്നുണ്ട്. നാളെ ഒരാളിനോട് പറഞ്ഞു, പാസ്റ്റർ അവൾ എന്നെ വായിക്കുക എന്ന് പറഞ്ഞു കുറെ നാളായിട്ട്. ആയിച്ചോട്ടെ. ഒരുപക്ഷെ ഈ ലോകത്തിൽ ഭാര്യയോ ഭർത്താവോ മക്കളോ മാതാപിതാക്കളോ സ്നേഹിതരോ സഹോദരങ്ങളോ പ്രിയപ്പെട്ടവരോ വേണ്ടപ്പെട്ടവരോ നിന്നെ വഹിക്കുന്നില്ല, നിന്നെ ഉപേക്ഷിക്കുക, തള്ളിക്കളയുക. പക്ഷെ നിരാശപ്പെടരുത്. നിന്നെ വഹിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്.
ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ സ്തോത്രം. ആ ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, സകലതും അവൻ ഉളവാക്കി, അവനായിട്ടും ഉളവാക്കി. ആ ഉളവാക്കിയ ദൈവത്തിന്റെ വചനം നിന്നെ വഹിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ആരുമില്ലെന്നോർത്ത് നിരാശപ്പെട്ടു പോകരുത്. ഉള്ളങ്കയിൽ വഹിക്കുന്നവനാ ദൈവം. അവിടുത്തെ ഉള്ളം കയ്യിലാ ഞാനും നീയും ഇരിക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ ഉള്ളം കയ്യിലിരിക്കുന്ന എന്നെയും നിന്നെയും പിടിച്ചു പറിച്ചുകൊണ്ട് പോകാൻ കരുത്തുള്ള ഒരുത്തനുമില്ല. കരുത്തനാകുന്നവന്റെ കരുത്തിലാ ഞാനും നിങ്ങളും ഇരിക്കുന്നത്. അതിലെ ചെറിയാച്ചൻ പാടിയത്, കരുത്തനാം അവൻ കരത്തിനാൽ പിടിച്ചിരിക്കയാൽ, കരുത്തനാം അവൻ കരത്തിനാൽ പിടിച്ചിരിക്കയാൽ, ഒരുത്തനും പിരിക്കുവാൻ കഴിയിട, വിരുദ്ധമായി വരുന്നതൊന്നും ഏതുമേ ഭയന്നിട, വിരുദ്ധമായി വരുന്നതൊന്നും ഏതുമേ ഭയന്നിട. പാടാൻ നേരമില്ല. ഞങ്ങളെ നാളെ ഒക്കുകൊണ്ട്, ഇന്നിപ്പം തുടക്കമായതുകൊണ്ട് ഇച്ചിരി ഉണ്ട്, കുഴപ്പമില്ല. അവരത് ഒപ്പിച്ചു വരുമ്പോൾ ഞാൻ പാട്ട് നിർത്തും. അപ്പം നാളെ നമുക്ക് ശരിയാകും. ഇന്നിപ്പോൾ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നാലും അപ്പൊ ശ്രദ്ധിക്കുക, ഞാനും നിങ്ങളും അവിടുത്തെ ഉള്ളംകൈയില നമ്മെ വഹിക്കുന്ന ഒരു ദൈവമുണ്ട്.